ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നവ്യാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലിരിക്കുക. എടാ അബി, എനിക്ക് നല്ല സന്തോഷമായടാ, നീ എനിക്ക് വേണ്ടി ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നല്ലോ. ഞാനൊരു ഡയമണ്ട് പോലും മേടിച്ചു തരുന്നില്ലെന്നായിരുന്നല്ലോ നിൻ്റെ പരാതി. ഇപ്പം ആ പരാതി തീർന്നില്ലേ? നീ എനിക്കൊരു ചോക്ലേറ്റ് മേടിച്ചു തന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അത് സ്നേഹത്തോടെ ആയിരിക്കണം, അത്രയേ ഉള്ളൂ. ഞാനിനി നിന്നെ സ്നേഹിക്കും മോളെ. എനിക്ക് നീ അനന്തപുരിയിലില്ലാത്തതിൻ്റെ വിഷമം ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി ഓരോ ദിവസവും ഞാനിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ സമ്മാനം നീ എനിക്ക് നാളെ കൊണ്ടുത്തന്നാൽ മതിയായിരുന്നു. അതിനെന്താ, നാളെയും വരും. നാളെയും നിനക്കൊരു സമ്മാനമായിട്ട് ഞാൻ വരും. എന്താ പോരെ? സത്യമായിട്ടും വരും അബി, സത്യമായിട്ടും വരും. ഇനി എന്നും അങ്ങോട്ട് നിന്നെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് മാത്രം ഞാനിനി കുഞ്ഞിൻ്റെ ഈ നൂലുകെട്ട് ചടങ്ങ് വരെ ഇങ്ങോട്ട് വരും. നൂലുകെട്ട് ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം പോലും നിന്നെ ഇവിടെ ഇരിക്കാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും. പിന്നെ ഞാനിങ്ങോട്ട് വരുന്നതിൽ അമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട്. അമ്മ ദേഷ്യവും പെടുന്നുണ്ട്. അത് തെറ്റല്ലേടാ. നിൻ്റെ അമ്മ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്നതിൽ അവർക്കെന്താ കുഴപ്പം? ഇതാ നിൻ്റെ കുഴപ്പം. അമ്മയുടെ വാക്കും കേട്ട് ഏതു നേരം പിന്നാലെ നടക്കുന്നത്. നിന്നെ വിശ്വസിച്ച് നിൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നവളാണ് ഞാൻ. അങ്ങനെയുള്ളപ്പോൾ അമ്മയെ സ്നേഹിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ എൻ്റെ കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കണം. അല്ലെങ്കിൽ എനിക്കത് വലിയ വിഷമാടാ. നീ എന്നെ സ്നേഹിച്ചാൽ പിന്നെ എനിക്ക് ജീവിതത്തിൽ വേറെ ഒന്നും ആവശ്യമില്ല. എന്നും നീ എൻ്റേത് മാത്രമായിരിക്കണം അബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക. ഇവിടെ ഇരിക്കേ, ഞാൻ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം. ശരി നവ്യേ, അങ്ങനെ ആവട്ടെ എന്നും പറയുകയാണ്. ഈ സമയം നവ്യ ജ്യൂസ് എടുക്കാനായിട്ട് പോയി. ഒരു രക്തരക്ഷസ് കൂടിയിരിക്കുക. അതുകൊണ്ട് അവളെ ഒഴിവാക്കാൻ ഇവളെ കൂട്ടുപിടിച്ചല്ലേ പറ്റൂ. ഇവള് പറയുന്നതെല്ലാം വാങ്ങിക്കൊടുത്തല്ലേ പറ്റൂ. ഇവളെ സ്നേഹിച്ചാലല്ലേ ഇവള് സപ്പോർട്ട് ചെയ്യൂ. നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കൂടെ നിൽക്കാൻ ഇവള് മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ടാണ് ഇത്രയൊക്കെ സഹിച്ച് എല്ലാം മേടിച്ചു കൊടുക്കുന്നത്. ഈശ്വര, എൻ്റെ കഷ്ടകാലം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അബി ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയെയും നയനയുമാണ്. എന്നാലും അബിക്കുണ്ടായി മാറ്റം. നല്ല സന്തോഷമുണ്ട് വലിയ അമ്മ എനിക്ക്. കാരണം ചേച്ചിയെ ഒരു ദിവസം പോലും സ്നേഹിക്കാത്ത ആളായിരുന്നു അബി. അതിൻ്റെ വിഷമവും എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം അതൊക്കെ മാറി മോളെ. അവനെ അങ്ങനെ കണ്ണു അടച്ച് വിശ്വസിക്കേണ്ട. അവനും അവൻ്റെ അമ്മയും എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിലൊരു ലക്ഷ്യം ഉണ്ടാവും. അതുകൊണ്ട് സൂക്ഷിക്കണം. നവ്യയുടെ ഇപ്പോഴത്തെ സന്തോഷം കണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ നാളെ അവൻ ചതിക്കുമെന്ന് അറിയില്ലല്ലോ മോളെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന്. അങ്ങനൊരു ചിന്ത എനിക്കും ഇല്ലാതില്ലമ്മേ. സാരമില്ല, നമുക്ക് നോക്കാം കാര്യങ്ങളുടെ പോക്കെങ്ങോട്ടാന്ന്. അവൻ നല്ലവനായാൽ കുഴപ്പമില്ല. അല്ലാതെ ഇങ്ങനെയൊക്കെ വല്ല ഉടായ്പ കാണിക്കാനുള്ള ഉദ്ദേശമെങ്കിൽ ഞാൻ വെറുതെ വിടില്ലമ്മ അവനെ. എൻ്റെ ചേച്ചിയെ വിഷമിപ്പിച്ച പിന്നെ ഞാൻ ആരാണെന്ന് അവൻ അറിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ ഇരിക്കുക. അല്ലമ്മേ, ഇപ്പം തന്നെ സമയം ഒരുപാടായില്ലേ? അമ്മ പോയിക്കോ, പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് വന്നേക്കാം. വേണ്ട മോളെ, നിനക്ക് വേണ്ട സമ്മാനങ്ങളൊക്കെ മേടിച്ച് തന്നിട്ടേ ഞാൻ പോകൂ. എന്തായാലും എൻ്റെ മരുമോൾക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു തരാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? നമ്മൾ തമ്മിൽ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് ഇത് ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ പിന്നെ മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിത്തരാതെ എനിക്ക് വേറെ എന്താ ജോലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പോവുക. അല്ല മോളെ, ആദർശമ്മ വിളിച്ചോ? ഇല്ലമ്മേ, ആദർശേട്ടൻ വിളിച്ചിട്ടില്ല. എന്താണെന്നറിയില്ല. അല്ലെങ്കിൽ കൂടെ വിളിക്കും. ഇപ്പോൾ വിളിച്ചിട്ടുമില്ല. എനിക്ക് തോന്നുന്നു അവന് നല്ല സംശയം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ വിളിക്കാത്തത്. എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി ഇങ്ങനെ ഇരിക്കുക. ഈ സമയമാണെങ്കിൽ പിന്നീട് മുത്തശ്ശനെയും മുത്തശ്ശിയാണ് കാണിക്കുന്നത്. നയനമോള് വീട്ടിലേക്ക് പോയതുകൊണ്ട് ആദർശം അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ നവ്യമോള് വിളിച്ചപ്പോൾ പറഞ്ഞത് അബിയും അങ്ങോട്ട് വന്നു എന്നാ. എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഉപദേശം അവൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവനിപ്പോൾ കൂടെ നവ്യയെ കാണാൻ അങ്ങോട്ട് പോകുന്നത്. എനിക്കതിൽ നല്ല സന്തോഷമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അവൻ വില തരാൻ തുടങ്ങിയല്ലേ. സാരമില്ല, അവനങ്ങനെ തന്നാലും അതിനെ കണ്ണടച്ച് വിശ്വസിക്കാൻ ഞാൻ മണ്ടനൊന്നും അല്ല വസുന്ധരെ. അവൻ്റെ സ്നേഹം ചിലപ്പോൾ കള്ളമാണെങ്കിലോ. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്ന ഒരുത്തനെ ഒരിക്കലും വിശ്വസിക്കരുത്. അവൻ ലോക തരികിടയായിരിക്കും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാകും. എല്ലാം കൊണ്ടും അവനൊരു ക്രിമിനലാണ്. അവനെപ്പോലുള്ള ഒരുത്തൻ സ്നേഹാഭിനയിച്ച അത് നമ്മൾ കണ്ണുടച്ചങ്ങ് വിശ്വസിക്കേണ്ട. അത് ശരിയാ. ഈ വീട്ടിലെ എല്ലാ കൊച്ചുമക്കളെക്കാളും അവനാണ് ഏറ്റവും തരികിട. എന്നാലും അവൻ്റെ സ്വഭാവം അറിയാം, അത്രയും നല്ലത്. പിന്നെ ഈ വീട്ടിലെ കൊച്ചുമക്കളിൽ ആദ്യമായിട്ട് അച്ഛനാവാൻ പോകുന്നതും അവനാ. അങ്ങനെയുള്ളപ്പോൾ അവനെ സൂക്ഷിക്കണം. എനിക്ക് പേടിയാ. ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവൻ്റെ അമ്മയും കൂടെ ചേർന്ന് എന്തെങ്കിലും ചെയ്യോ? അങ്ങനെയാണെങ്കിൽ പിന്നെ രണ്ടെണ്ണത്തിനും ഈ വീട്ടിൽ നിലനിൽപ്പുണ്ടാവില്ല വസുന്ധരെ. അത് ഞാൻ മുന്നേ എടുത്ത തീരുമാനമാണ് എന്നും മുത്തശ്ശൻ പറയുക. ഇത് കേട്ടതും നമ്മുടെ മുത്തശ്ശി ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക. ഈ സമയമാണെങ്കിൽ ദേവയാനി വരിക. അമ്പലത്തിൽ പോയ ആളെത്തിയല്ലോ. എന്താ ദേവയാനി ഇത്രയും വൈകിയത്? അമ്പലത്തിൽ നിന്ന് വേറെ എങ്ങോട്ടാണ് പോയത്? അത് പിന്നെ കയ്യിൽ കവറ് കണ്ടറിഞ്ഞൂടെ? പർച്ചേസും കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും.
അതെ അച്ഛാ, അതെ അമ്മേ, ഞാനേ വിഷുവിൻ്റെ പർച്ചേസ് ചെയ്യാനായിട്ട് പോയതാ. ദേ ഇതിൽ അച്ഛൻ്റെ ഡ്രസ്സും അമ്മയ്ക്കും ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് വയസ്സായില്ലേ. നിങ്ങളിനി മേടിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെയാണ് മോളെ. എന്തായാലും മോള് ഞങ്ങൾക്ക് മേടിച്ചു, അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്നാൽ മോള് നിൻ്റെ മരുമോൾക്ക് മേടിച്ചായിരുന്നോ? ഞാനെന്തിനാ അവൾക്ക് മേടിച്ചു കൊടുക്കുന്നേ? അതല്ല മോളെ, നീ മേടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. ഇപ്പോൾ നീ നയനമോൾക്ക് എന്ത് മേടിച്ചു കൊടുത്താലും അത് കുറവൊന്നും ആവില്ല, വലുതും ആവില്ല. അതുകൊണ്ട് നീ മേടിച്ചു കൊടുത്താൽ നയനമോൾക്ക് ഒരുപാട് സന്തോഷവും. ഈ വീട്ടിലെല്ലാവരും നയനയ്ക്ക് വേണ്ടി എന്തെല്ലാം വാങ്ങുന്നു. അതെ, അത് അച്ഛൻ പറഞ്ഞത് ശരിയാ. ഈ വീട്ടിലെല്ലാവരും ജയേട്ടനും അജയനും ഒക്കെ അവൾക്ക് മേടിക്കുമ്പോൾ അവർക്ക് മേടിക്കുമ്പോൾ അവൾക്ക് മേടിക്കാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഞാനെന്തിനാ മേടിച്ചു കൊടുക്കുന്നത്? പിന്നെ ഞാൻ മേടിച്ചു കൊടുക്കേണ്ട ഒരാളുണ്ട്, എനിക്ക് കരൾ ദാനമായിട്ട് ചെയ്ത ഒരാൾ. അയാൾ ആരാണെന്ന് ചോദിച്ചിട്ട് നിങ്ങളാരും പറയുന്നുമില്ലല്ലോ. അപ്പം പിന്നെ ഞാൻ ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ആ കുട്ടി ആരാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ തന്നെ പോയി അവൾക്ക് ഇഷ്ടം പോലെ മേടിച്ചു കൊടുക്കാം എന്നൊക്കെ മുത്തശ്ശി ദേവയാനി പറയുക. ഇത് കേട്ടതും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട, നിനക്ക് പറ്റില്ലെങ്കിൽ നീ മേടിച്ചു കൊടുക്കണ്ട, ചെല്ല് ദേവയാനി എന്നും മുത്തശ്ശൻ ഇത് കേട്ടതും ദേവയാനി ഇങ്ങനെ ആലോചിക്കുക. എൻ്റെ അച്ഛൻ പറഞ്ഞത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ എൻ്റെ മരുമോൾക്ക് ഞാൻ ഇഷ്ടം പോലെ മേടിച്ചു കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ എനിക്ക് നല്ല തൃപ്തിയുമുണ്ട് എന്നും ആലോചിച്ചുകൊണ്ട് ദേവയാനി അങ്ങോട്ട് പോവുക. ഈ സമയം അതെ, ഇവളുടെ ഈ സംസാരത്തിന് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം. അതിന് നയനമോളാണ് ഇവൾക്ക് കരൾ ദാനം ചെയ്തതെന്ന് നമ്മൾ തുറന്നു പറഞ്ഞേ മതിയാവൂ. അത് വേണ്ട, അത് കുടുംബത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. ദേവയാനി പിന്നെ എല്ലാവരെയും പഴി പറയും. അതുകൊണ്ട് നമ്മളത് പറയാതിരിക്കുന്നത് നല്ലത്. നമ്മളായിട്ടിനി അത് പറഞ്ഞാൽ അത് വേറെ ഏതെങ്കിലും പ്രശ്നത്തിൽ ചെന്നെത്തിക്കും. അതുകൊണ്ട് നയനയും ആദർശും ജയനും ഒക്കെ ഈ സത്യം ആരോടും തുറന്നു പറയാത്തത്. പ്രത്യേകിച്ച് ഇവിടെയുള്ള പെണ്ണുങ്ങളോടും ദേവയാനിയോടും എല്ലാം ഒരേ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവരാ. ഇതിൻ്റെ പേരിൽ നയനമോളെ വിമർശിക്കും. നയനമോളെ വെറുക്കുന്ന ദേവയാനി നയനമോളുടെ കരൾ കൊണ്ടാണ് ജീവിക്കുന്നതെന്നറിഞ്ഞാൽ ചിലപ്പോൾ ആ കരളെടുത്ത് വലിച്ചെറിയാനും മടിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശിയാകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു കട്ടിലിൽ ഇങ്ങനെ ചാരിയിരിക്കുക. അപ്പോൾ അനി ഫോൺ വിളിക്കുകയാണ്. അനി ഫോൺ വിളിച്ചതും നന്ദു ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അനിയാണ് വിളിക്കുന്നത്. അപ്പോൾ ദേവയാനി പറഞ്ഞ കാര്യങ്ങൾ നന്ദുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. മോളെ, നിനക്കവനെ ഭയങ്കര ഇഷ്ടമാണ്, അവന് നിന്നെയും. പക്ഷേ ഇപ്പോൾ അനിയൊരു കുടുംബനാഥനാണ്. അവൻ്റെ കല്യാണം കഴിഞ്ഞു. അവനെ സ്നേഹിക്കാൻ നിനക്ക് ഒരു അർഹതയില്ലെന്ന് ഞാൻ പറയുന്നില്ല. നല്ല ഫ്രണ്ടായിട്ട് നിനക്ക് അവനെ സ്നേഹിക്കാം. പക്ഷേ അത് അനാമികയുടെ അനിയുടെയും കുടുംബജീവിതം തകർത്തുകൊണ്ടാവരുത് മോളെ. മുമ്പേ നീ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ നിന്നെയും അങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പം ഞാനത് അറിഞ്ഞപ്പോൾ എനിക്കും ചെറിയ താല്പര്യമൊക്കെ ഉണ്ട്. എന്നാലും ഞാനത് ചെയ്യാത്തത് അവരുടെ ജീവിതം തകർന്നാൽ അനന്തപുരി തറവാട് മുഴുവനും തകർന്നു പോകും മോളെ. അതുകൊണ്ടാണ് എന്നൊക്കെ പറയണം. അത് കേട്ടതും നമ്മുടെ നന്ദു ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമോ. ഈശ്വര, അനിയുടെ കോള് ഞാൻ എടുക്കണോ? ഞാൻ എടുത്താൽ അവൻ എന്ത് വിചാരിക്കും? എടുക്കാതിരുന്നാലും അവൻ എന്തെങ്കിലും വിചാരിക്കും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം അനി, ഇവളെന്താ ഫോൺ എടുക്കാത്തേ? ഞാൻ വിളിച്ച ഇവൾ ഫോൺ എടുക്കാതിരിക്കാത്തതാണല്ലോ. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഇവള് അവിടെ ഉണ്ടാവില്ലേ? വിഷുവായിട്ട് കൂട്ടുകാരോടൊപ്പം ആയിരിക്കോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി ഇങ്ങനെ നിൽക്കുക. എന്തായാലും അവളുടെ ശബ്ദം കേൾക്കാൻ വീണ്ടും വിളിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്നും ആലോചിച്ചുകൊണ്ട് അനി വീണ്ടും വിളിച്ചു. പക്ഷേ രണ്ടാമത്തെ കോളിലും നമ്മുടെ നന്ദു ഫോൺ എടുത്തില്ല. ഈ സമയം എനിക്കാകെ സങ്കടമായി. എന്തുകൊണ്ട് അവളെൻ്റെ രണ്ടാമത്തെ കോള് കണ്ട ഫോൺ എടുക്കുന്നതാണല്ലോ. എന്തായാലും നോക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയന സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് തിരിച്ച് വരുന്നതാണ്. അപ്പോഴേക്കും നവ്യയോട് കനക ചോദിക്കുക, മോളെ, എന്തായാലും അബിയുടെ ഈ മാറ്റം നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ടല്ലോ മോളെ. അവൻ്റെ മാറ്റം അങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കേണ്ടമ്മേ. ഞാനും അത് വിശ്വസിച്ചിട്ടില്ല. പിന്നെ അവൻ ഓരോന്ന് തരുമ്പോൾ സന്തോഷത്തോടെ അത് മേടിക്കുന്നു, അത്രയേ ഉള്ളൂ. അവൻ്റെ മാറ്റം ശരിക്കും ഉള്ളതാണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണമല്ലോ. എൻ്റെ ദൈവമേ, അവൻ്റെ മാറ്റം സത്യമുള്ളതായാൽ മതിയായിരുന്നു. എൻ്റെ പ്രായച്ചിത്തക്കാവിലമ്മേ, എൻ്റെ അഭിമാനം മാറിയെങ്കിൽ എന്ത് രസമായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കനക ഇങ്ങനെ നിൽക്കുമ്പോൾ നയന വരിക. കൈ നിറയെ ഉണ്ടല്ലോ. പിന്നെ എല്ലാവർക്കും ഉണ്ട്. അമ്മയ്ക്കും ചേച്ചിക്കും അവൾക്കും അച്ഛനും ഒക്കെ ഉണ്ട്. അമ്മയ്ക്ക് 2 എണ്ണമാണ്. ഇത് നല്ല സാരിയാണല്ലോ മോളെ. അത് പിന്നെ ഇല്ലാതിരിക്കുമോ? അമ്മയ്ക്ക് ഏറ്റവും നല്ല സാരി ആദർശേട്ടൻ്റെ അമ്മ മേടിച്ച് തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഞങ്ങളെയൊക്കെ പ്രസവിച്ചതിന്. അതുകൊണ്ട് അമ്മ തന്നെ മേടിച്ചോ എന്നൊക്കെ പറയാം. എന്നാലും നല്ല സന്തോഷമുണ്ട്.
ഇനിയിപ്പോൾ ആദർശമോനും വരുമ്പോൾ കൊണ്ടുവരുമല്ലോ. അല്ല മോളെ, ഇത് ഒരുപാട് കാശ് ചിലവായിട്ടുണ്ടാവുമല്ലോ. അത് പിന്നെ പറയണോ അമ്മേ, ഞാൻ ചിലവാക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന എങ്ങനെ നിൽക്കുക. എന്തായാലും അബി നാളെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് നയനെ. ചേച്ചി അബി വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സൂക്ഷിക്കണം ചേച്ചി, അവൻ്റെ ഈ മാറ്റത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അതെനിക്കും ഇല്ലാതില്ല മോളെ. സാരമില്ല, നോക്കാം കാര്യങ്ങളുടെ. അത് ശരിയാ, അവനെ വെറുതെ വിടാൻ പറ്റില്ല. എന്തായാലും നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ്. അനി നേരെ കൂട്ടുകാരന്മാരുടെ അടുത്തെത്തി കൂട്ടുകാരന്മാരോട്, എടാ നന്ദുവിൻ്റെ കാര്യം, അവൾ വരുമല്ലോ അല്ലേ? ഇത് നല്ല കൂത്ത്. ഇത് ഞങ്ങൾ നിന്നോട് അങ്ങോട്ട് ചോദിക്കാനിരിക്കുമായിരുന്നു. എന്താടാ ഇനി വിഷുവായിട്ട് അവൾ വരുമോ? ശേടാ, ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് അവൾ ഉണ്ടാവുമായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നേ. അവളിവിടെ വന്നിട്ടില്ലേ? ഇല്ലടാ, ഞങ്ങൾ കുറേ വിളിച്ചു, അവളിങ്ങോട്ട് വന്നിട്ടില്ല. എത്ര വിളിച്ചിട്ടും അവൾക്ക് വരാൻ കഴിയില്ല. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ലാതെ ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾ വിചാരിച്ചു നീ വിളിച്ചുകൊണ്ട് വരുമായിരിക്കുമെന്ന്. അവളില്ലെങ്കിൽ ഈ വിഷു അലമ്പാവും. ഇതൊരു രസം ഉണ്ടാവില്ല. അവളിവിടെ കാണുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എങ്ങനെയെങ്കിലും നീ അവളെ വിളിക്ക്. ഞാനോ? അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് നല്ല കൂത്തായി. വിഷുവായിട്ട് അങ്ങോട്ട് ചെന്നാൽ അവളുടെ അമ്മ കൂട്ടുകാരാണെന്ന് പോലും നോക്കാതെ നമ്മളെ പറയാൻ പാടില്ലാത്തതൊക്കെ പറയും. അത് കേട്ടോണ്ടൊന്നും അവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. അത് മാത്രമല്ല, അവിടെ വന്നിട്ട് വിഷുവായിട്ട് ഈ കൊല്ലം മുഴുവനും കളയാനാണോ നീ? ഞങ്ങൾ അങ്ങോട്ട് വരാൻ പറയുന്നേ? എനിക്ക് പറ്റില്ല നീ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് വിളിക്കടാ. നീ വിളിച്ചില്ലേ നീ? ഞാൻ വിളിച്ചു, 2 പ്രാവശ്യം വിളിച്ചു, അവൾ എടുത്തില്ല. എന്താണെന്നറിയില്ല, അവൾ ഫോൺ എടുക്കാതായപ്പോൾ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും കൂട്ടുകാരന്മാർക്ക് ആകെ പേടിയായി. ഈശ്വര, ഇനി അവളെ ആരെങ്കിലും തടഞ്ഞു കാണോ? സാരമില്ലടാ, നമുക്ക് നാളെ അവളുടെ വീട്ടിൽ പോയി കാണാം. ഇന്നത്തെ ദിവസം അവളെ കണ്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ട് അവളെ കാണാൻ പറ്റില്ല. അവൾ പോലീസ് ക്യാമ്പിലേക്ക് പോവും. അങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അത് കേട്ടതും, ഇനി ക്യാമ്പിലേക്ക് പോയാൽ അത് സുഖമല്ലേ? നിനക്ക് എന്നും അവളെ അവിടെ പോയി കാണാമല്ലോ. അതൊന്നും ശരിയാവില്ലടാ. അങ്ങനെയൊന്നും ക്യാമ്പിലേക്ക് അന്യ ആൾക്കാരെ അടുപ്പിക്കില്ല. നീ മൂർത്തി ജ്വല്ലറിയുടെ MD ആണെന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ? വേണ്ട, അങ്ങനെ കള്ളം പറഞ്ഞൊന്നും പോയി കാണാൻ എനിക്ക് പറ്റില്ല. എനിക്ക് എൻ്റെ നന്ദുവിനെ കാണണം. നീ ഒന്ന് വിളിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് അനി നിർബന്ധിക്കുക. അത് കേട്ടതും നമ്മുടെ രാകേഷ് ഫോൺ വിളിക്കുക. ഹലോ നന്ദു, എന്താടാ? നീ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കാതിരുന്നാൽ നീ ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് വിളിച്ചത്. എന്താ? എടി നന്ദു, നീ എന്ത് പണിയാണ് കാണിച്ചത്? നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് നീ എന്താ വരാത്തത്? ഞാൻ വരുന്നില്ല, എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. എന്ത് തിരക്ക്? വിഷു അല്ലേ, വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് വരാത്തത്. അതെങ്ങനെ ശരിയാവും? നീ ഇങ്ങോട്ട് വന്നേ പറ്റൂ നന്ദു. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ലടാ. അനി നിന്നെ വിളിച്ചിട്ട് എന്താ നീ ഫോൺ എടുക്കാതിരുന്നത്? എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. അവനോട് ഞാനിപ്പോൾ എന്ത് സംസാരിക്കാനാ? അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാത്തത്. ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട കേട്ടല്ലോ. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം പണിയൊക്കെ കഴിഞ്ഞിട്ട് എന്നും പറഞ്ഞ് നന്ദു ഫോൺ കട്ട് ചെയ്യുക. നന്ദു ആകെ ദേഷ്യത്തിലാണല്ലോ അനി. എന്ത് പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ല. ഭയങ്കര ടെൻഷൻ. എന്താ പറ്റിയെന്നറിയില്ല. അത് തന്നെ എൻ്റെയും പേടി. ഇനി ആരെങ്കിലും അവളെ ഉപദേശിച്ച് കാണും, ആരെങ്കിലും അവളെ ചീത്ത വിളിച്ച് കാണും, ചീത്ത പറഞ്ഞു കാണും. അതുകൊണ്ടാണ് അവൾ ഫോൺ എടുക്കാത്തത്. എന്നാലും ഇത് വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. നന്ദു എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കൂട്ടുകാരന്മാരിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ അനിക്കാകെ സങ്കടമായി. എനിക്ക് മദ്യം വേണം, ഞാനിപ്പം മുഴുവനും കുടിക്കും. അന്ന് കല്യാണ തലേന്ന് നടന്നതുപോലെ എനിക്ക് ഇന്നും കുടിക്കണം. എനിക്ക് ഇന്നും കുടിക്കണം, മേടിച്ചു തരാം. അനി, നീ വെറുതെ ഞങ്ങളെ പ്രതിസന്ധിയിലാക്കരുത്. മര്യാദയ്ക്ക് അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കും. അവൾ വരുമോ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂട്ടുകാരന്മാരിങ്ങനെ ഇരിക്കുക. ഈ സമയമാണെങ്കിൽ ദേവയാനി നയനെ വിളിക്കുക. ഹലോ മോളെ. അമ്മേ, വിഷുക്കണിയൊക്കെ ഒരുക്കിയോ? ഇല്ലമ്മേ, ഒരുക്കാൻ തുടങ്ങുക. അവിടെയോ? ഇവിടെ ഒരുക്കങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുക മോളെ. നാളെ വിഷുവായിട്ട് കാലത്തെ ഞാൻ അങ്ങ് വരും. മോൾക്ക് കൈനീട്ടം തരാൻ. അമ്മ കാലത്തെ വരുമോ? ക്ഷേത്രത്തിൽ പോയിട്ട് നേരെ അങ്ങോട്ടായിരിക്കും വരുന്നത് കേട്ടോ എന്നൊക്കെ പറയാം. ആദർശ് വിളിച്ചോ മോളെ? ഇല്ലമ്മേ, വിളിച്ചിട്ടില്ല. ഇനി ആദർശേട്ടന് സംശയം തോന്നി, എന്നോട് ദേഷ്യം തോന്നിയെന്തോ എന്നൊക്കെ ആലോചിച്ച് നയനിങ്ങനെ വിഷമിച്ചിരിക്കുക. വിഷമിക്കേണ്ട മോളെ, അവൻ വരും എന്നൊക്കെ പറഞ്ഞ് ദേവയാനിയും ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം ഒരു ഫോൺ വെച്ചു. ഇതേ സമയം പിന്നീട് അമ്മയാണ് വിളിച്ചത്. നമ്മളൊക്കെ വിഷുക്കണി ഒരുക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ, അവിടെ ഒരുങ്ങാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. ആണോ? നാളെ അമ്മ ഇങ്ങോട്ട് വരും. അത് നല്ല കാര്യം മോളെ എന്നൊക്കെ പറയുക. നന്ദു മോളെ, നീ എന്താ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ലമ്മേ. ഇനി അവന്മാരെങ്ങനെ നാളെ ഇങ്ങോട്ട് വരുമോ എന്തോ. അനിയാണെങ്കിൽ ആകെ സങ്കടത്തിലിരിക്കുക. അവൻ എന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ വിഷു ആയിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് പേടിയാവുന്നു. അവന്മാരെങ്ങാനും കൂടെ എല്ലാവരും ഇങ്ങോട്ട് കയറി വന്നാൽ അത് പ്രശ്നമാവുമല്ലോ. ഞാൻ ഫോൺ എടുക്കാത്തതിൻ്റെ പേരിൽ എല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നാൽ പണി കിട്ടും. പ്രത്യേകിച്ച് അനിയാണെങ്കിൽ എത്ര പറഞ്ഞാലും കേൾക്കില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അത് കണ്ടതും നയനയും നവ്യയും കനകയൊക്കെ നന്ദുവിനെ നോക്കുക. ഇവക്കിതെന്താ പറ്റിയേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട്
ഈ സമയം പിന്നീട് അനിയാണ് കാണിക്കുന്നത്. എടാ നീ പെട്ടെന്ന് എന്ന് അവളെ വിളിച്ചോണ്ട് വാ, ഇല്ലെങ്കിൽ എൻ്റെ സമനില തെറ്റും. എനിക്ക് അവളെ കാണണം, കണ്ടേ മതിയാകൂ, കണ്ടില്ലെങ്കിൽ ഞാൻ ആകെ പ്രശ്നത്തിലാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ ഇരിക്കുക. എനിക്ക് മദ്യം വേണം, കുടിക്കാൻ മദ്യം വേണം, അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ തകർന്നു പോകും, ഇല്ലെങ്കിൽ നന്ദുവിനെ കാണണം, രണ്ടിലേതെങ്കിലും ഒന്ന് വേണം, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു എന്നും പറഞ്ഞ് അനി ആകെ സമനില തെറ്റിയ അവസ്ഥയിൽ പെരുമാറാൻ തുടങ്ങി. ഇത് കേട്ടതും കൂട്ടുകാരന്മാർ നീ വിഷമിക്കാതെ ഞങ്ങൾ ചെന്ന് അവളെ കൊണ്ടുവരാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. സങ്കടപ്പെട്ട് അനി ഇരിക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.